ഞാൻ എന്ത് ചെയ്താലും എൻ്റെ രക്ഷിതാവ് എനിക്ക് പുറകുബലമുണ്ട് എന്ന് കുട്ടി ധരിക്കാനിടയായാൽ കുട്ടികൾ വേണ്ടാത്ത ഒക്കെ കാട്ടിക്കൂട്ടി വയ്ക്കും. കുട്ടികൾ എന്ത് തെറ്റ് ചെയ്താലും അത് പേരൻസിനെ വിളിച്ചറിയിക്കുകയോ അവരെ നമ്മുടെ അടുത്തേക്ക് വിളിപ്പിക്കുമ്പോൾ ശരി തെറ്റ് നോക്കാതെ അവരെന്ത് ചെയ്യാണ്, ഈ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. വിദ്യാലയങ്ങളിലേക്ക് രക്ഷിതാവിനെ വിളിച്ചാൽ തീർച്ചയായും ഒന്ന് വീട്ടിൽ വരുമ്പോൾ നമുക്കൊരു ശകാരം, അതല്ലേ നല്ല തല്ല് കിട്ടുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പരാതി കുട്ടികളെക്കുറിച്ച് പറഞ്ഞാലും കുട്ടിക്ക് സപ്പോർട്ടാണ് രക്ഷിതാവ്. അത് അവസാനം രക്ഷിതാവിനെ അപകടത്തിലേക്ക് കൊണ്ട് എത്തിക്കുമെന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ രക്ഷിതാവ് എനിക്ക് പുറകുബലമുണ്ട് എന്ന് കുട്ടി ധരിക്കാനിടയായാൽ കുട്ടികൾ വേണ്ടാത്ത ഒക്കെ കാട്ടിക്കൂട്ടി വയ്ക്കും. നല്ല രീതിയിലുള്ള അവയർനെസ് രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അത് അധ്യാപകരെ കൊണ്ട് ചെയ്യിക്കാൻ ശ്രമിക്കുക. ഓരോ മതവിഭാഗത്തിൽ ജാതിയിൽ ജനിച്ചു വളർന്നിട്ട് നമുക്കെല്ലാവർക്കും വർഷത്തിലൊരിക്കൽ നമ്മൾ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുന്നവരാണ്. ഇപ്പം നമുക്ക് പരിശുദ്ധമായൊരു നോമ്പ് കാലം കഴിഞ്ഞു, മണ്ഡലകാലം കഴിഞ്ഞു, അതുപോലെ 58 നോയമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ വ്രതകാലങ്ങൾ വരും. അതെല്ലാം ഒരു പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ആ കാലയളവെന്ന് പറയുന്നത് നമുക്ക് മനഃശുദ്ധി, ശരീരശുദ്ധിയൊക്കെ കൈവരിക്കേണ്ട സമയമാണ്. ഈ സമയങ്ങളിൽ ആത്മീയമായ കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ കൂടെ പഠിപ്പിച്ചെടുക്കാൻ അവസരം ഉണ്ടാകണം. ഇപ്പോൾ ഒരു വൃദ്ധം എന്ന് പറഞ്ഞാൽ വൃദ്ധമെന്നാണ്. വൃദ്ധം എന്ന് പറഞ്ഞാൽ സ്വരച്ചേർച്ച. അപ്പം നല്ല ഋതത്തോടുകൂടി സ്വര ലയ താളങ്ങളോടുകൂടി നമ്മളൊരു പാട്ട് കേട്ടാൽ നമുക്കത് ആസ്വദിക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴ, താളമില്ലെങ്കിൽ പാട്ട് പോകുന്നത് പോലെ താളമില്ലാത്ത ജീവിതവും മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അപ്പം ആയതുകൊണ്ട് വൃദ്ധകാലങ്ങൾ നമ്മുടെ കുട്ടികളെ നന്നാക്കിയെടുക്കാനും അതിൽ നമ്മുടെ മതപരമായി നമ്മുടെ കിതാബുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അത് ഖുറാനായിക്കോട്ടെ, ബൈബിളായിക്കോട്ടെ, രാമായണമായിക്കോട്ടെ, ഗീത ആയിക്കോട്ടെ, മഹാഭാരതമായിക്കോട്ടെ, ഇതെല്ലാം ഒരു കുട്ടി ജനിച്ചാൽ മരണം വരെ എങ്ങനെ ജീവിക്കണമെന്ന് വിളിച്ചോതുന്ന കാര്യങ്ങളാണ്. അത് തെറ്റിദ്ധരിച്ചിട്ട് അതിനകത്ത് പറയുന്ന ദൈവങ്ങളുടെ കാര്യം പറഞ്ഞ് ദൈവങ്ങളെ പുകഴ്ത്തുകയല്ലാതെ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ഈ ഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യരുണ്ടാക്കിയതാണ്, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്. പക്ഷെ നമുക്ക് അതുകൊണ്ടൊരു നന്മ വരുന്നില്ലെങ്കിൽ നമ്മുടെ ഈ മതവിശ്വാസവും ഈ ഗ്രന്ഥവും കൊണ്ടൊക്കെ നമുക്ക് എന്താണ് ഗുണമുണ്ടാകുക? മനുഷ്യൻ ഇങ്ങനെ അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നതല്ലാതെ ഈ ഗ്രന്ഥങ്ങളെല്ലാം വിലപ്പെട്ട കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. എല്ലാത്തിലും മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അനുസരിക്കാനാണ് പഠിപ്പിക്കുന്നത്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്ന് ഹിന്ദുമതം പഠിപ്പിക്കുമ്പോൾ ഉമ്മയുടെ കാൽ കീഴിൽ സ്വർഗ്ഗലോകമുണ്ടെന്നും മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക് പോലും സ്വർഗാരോഹണത്തിന് മലക്കുകളുടെ ഈ പടച്ച തമ്പുരാൻ താക്കോല് കൊടുക്കുമെന്നൊക്കെയാണ് ഈ മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പം ഏത് മതമാണ് നമ്മുടെ കുട്ടികളെ പിഴച്ചു പോകാൻ പഠിപ്പിക്കുന്നത്? ഇല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മതപഠനം നമ്മുടെ കുട്ടികളിൽ എത്തേണ്ട രീതിയിൽ എത്തുന്നില്ല എന്നത് വസ്തുതയാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഈ കുട്ടികൾക്ക് ഈ മൃഗതുല്യമായിട്ട് മാതാപിതാക്കളോടും സമൂഹത്തിനോടും സുഹൃത്തുക്കളോടും ഒക്കെ പെരുമാറാൻ പറ്റുക? അപ്പോൾ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യണം? ശരിയായ മതപഠനം, അത് അന്ധവിശ്വാസത്തിലേക്ക് പോകാതെ അതിലുള്ള സത്ത നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുത്തിട്ടില്ലെങ്കിൽ അത് മതസ്പർദ്ധ വളർത്താനല്ല, പരസ്പരം സ്നേഹിക്കാനാണ്. അല്ല ഞാൻ ഹിന്ദുമതം പഠിച്ചു അല്ലെ ഇസ്ലാം മതം പഠിച്ചിട്ട് ഞാൻ ഇസ്ലാം മാത്രം നാട്ടിൽ മതിയെന്ന് പറയുന്നൊരു കാര്യമല്ല പറയുന്നത്. എല്ലാ മതങ്ങളും എല്ലാവരും പഠിച്ചുകൊണ്ട് എല്ലാത്തിലെയും നന്മ നമ്മുടെ സമൂഹത്തിലെ ഈ യുവതലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ വലിയൊരു വിപത്ത് നമുക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും.